കർത്താവായ യേശുവേ, ഞങ്ങളിന്ന് കടന്നു പോകുന്ന വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിലുമൊക്കെ ലഭിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളിൽ മേലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നൽകി ഓരോരുത്തരെയും വചനത്തിൻ്റെ നിറവിൽ ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 54-55 വചനം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇപ്രകാരം പറയുന്നു: അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കാണുമ്പോൾ നമുക്കെന്തറിയാം? അത് മഴ വരുവാനുള്ള സാധ്യതയാണ് എന്ന് നമുക്കറിയാം. വീണ്ടും തെക്കൻ കാറ്റ് അടിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? തെക്കൻ കാറ്റ് അടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നമുക്കറിയാം. അതങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് എങ്ങനെയാണ് ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? നമ്മൾ കാറ്റ് നോക്കിയിട്ടാണോ? മേഘങ്ങളെ നോക്കി മാത്രമല്ല ഇന്ന് പല കാര്യങ്ങളും, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് സയൻസിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വെതർ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്കറിയാം, ഇനിയുള്ള ഒരാഴ്ചത്തേക്കും മഴയാണ്, കൊടുങ്കാറ്റ് ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ ഇന്ന് സയൻസിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും 56-ാമത്തെ വാക്യം വായിക്കാം. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? ഈ കാലത്തെ നിങ്ങൾ എന്തുകൊണ്ട് ശരിയായി വിധിക്കുന്നില്ല, വ്യാഖ്യാനിക്കുന്നില്ല എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. അതെന്താണത്? നമ്മൾ ശരിയായി വിധിക്കുന്നുണ്ടല്ലോ, അല്ലേ? പടിഞ്ഞാറ് മേഘം ഉയരുമ്പോൾ മഴ പെയ്യുന്നു, തെക്കൻ കാറ്റടിക്കുമ്പോൾ ഉഷ്ണമുണ്ടാകുന്നു. ശാസ്ത്രത്തിലൂടെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നു. അതെല്ലാം ശരിയാണ് ഒരു പരിധി വരെ. പക്ഷെ വചനം നമ്മളോട് പറയുന്നു, ഈ കാലത്തെ നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദങ്ങൾ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാം, നിങ്ങളത് ചെയ്യുന്നു. പക്ഷേ ഈ കാലത്തെ നിങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കുന്നില്ല, ശരിയായി വിധിക്കുന്നില്ല എന്ന് വചനത്തിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഭാവഭേദങ്ങളെ മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയുകയുള്ളൂ. വചനം പറഞ്ഞു വയ്ക്കുന്നു, അത് മാത്രം പോരാ. മറ്റെന്താണ്? ഈ കാലത്തെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നു, അതിനെ ശരിയായി വ്യാഖ്യാനിക്കുക എന്ന്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ കാലം? നമ്മൾ പല കാലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലേ? എന്തൊക്കെ കാലങ്ങളാണുള്ളത്? കഷ്ടകാലമുണ്ട്, ചിലർക്ക് നല്ല കാലം. അപ്പോഴങ്ങനെ പലതരത്തിലുള്ള കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ വചനം നമ്മളോട് പറയുന്നത്, നിങ്ങളായിരിക്കുന്ന ഈ കാലത്തെ നിങ്ങൾ ശരിയായി വിധിക്കുവിൻ എന്നാണ്. നിങ്ങളായിരിക്കുന്ന ഈ കാലത്തെ നിങ്ങൾ ശരിയായി വിധിക്കുവിൻ, അതിനെ ശരിയായി വ്യാഖ്യാനിക്കുവിൻ എന്ന് യേശു പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ ശിക്ഷ കിട്ടാതിരിക്കുവാൻ തക്കവിധം നിന്റെ അനുദിന ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 58-ാമത്തെ വാക്യം വായിക്കാം. നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അപ്പോൾ വചനം പറയുന്നത്, നീ നിന്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അതെന്തുകൊണ്ടാണ്? കാരണം ന്യായാധിപൻ്റെ അടുക്കൽ എത്തുമ്പോൾ അവൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവസാന തുട്ടുവരെ കൊടുത്തു വീട്ടുന്നത് വരെ അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് വഴിയിൽ വെച്ച് തന്നെ അവനുമായി നീ രമ്യതപ്പെട്ടുകൊള്ളുക എന്ന് വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അതായത് നിന്റെ ജീവിതത്തിൽ
നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുവാൻ വേണ്ടിയാണ് നീ അവനുമായി രമ്യതപ്പെടേണ്ടത്. അപ്പോൾ അധികാരിയുടെ മുന്നിലെത്തിക്കഴിയുമ്പോൾ പിന്നെ നിനക്ക് പറയുവാനുള്ള അവസരം ഉണ്ടായിരിക്കുകയില്ല. അധികാരിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക എന്ന്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം നൽകിയ 10 കൽപ്പനകളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നീ കൊല്ലരുത് എന്ന്. അപ്പോൾ കൊല്ലരുത് എന്ന് പറയുമ്പോൾ അത് അനുസരിക്കുവാൻ വളരെ എളുപ്പമാണ്, അല്ലേ? നമ്മൾ ആരെയും കൊല്ലുന്നില്ല. അപ്പോൾ ആ കൽപ്പന പാലിക്കുവാൻ എളുപ്പമാണ്, നമ്മൾ ആരെയും കൊല്ലുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ യേശു വചനത്തിലൂടെ നമ്മളോട് ഇപ്രകാരം പറയുകയാണ്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും, അല്ലേ? അപ്പോൾ അതും ഒരു കൊലപാതകം തന്നെയാണ്. അതായത് സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. വീണ്ടും ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വീണ്ടും വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനു തുല്യമാണ്? കൊല്ലരുത് എന്നുള്ള ആ ഒരു നിയമത്തിന് തുല്യമാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, പഴയ നിയമത്തിലെ നിയമങ്ങളായിരുന്നു അനുസരിക്കാൻ എളുപ്പമെന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും നാളും വിചാരിച്ചു കൊണ്ടിരുന്നത് കൊല്ലരുത് എന്നുള്ള നിയമം നമ്മളാരും തെറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളെ ഭോഷ എന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. വിഡ്ഢി എന്ന് എത്രയോ പ്രാവശ്യം മറ്റുള്ളവരെ നോക്കി നമ്മൾ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ കാലത്തെ ശരിയായി വിധിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ കാലത്തെ നിങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കുന്നില്ല എന്ന് വചനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ നിൻ്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യങ്ങളെയും നമ്മുടെ നിത്യജീവിതത്തിന് ഉതകുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് അതിനോട് ക്രിയാത്മകമായിട്ട് പെരുമാറുമ്പോൾ മാത്രമേ ഈ കാലത്തെ ശരിയായി എനിക്ക് വ്യാഖ്യാനിക്കുവാനും ഈ കാലത്തെ ശരിയായി എനിക്ക് വിധിക്കുവാനും കഴിയുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം യേശുവാകുന്ന അധികാരിയുടെ അടുത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ യേശുവാകുന്ന അധികാരിയുടെ മുൻപിലെത്തുമ്പോൾ നമുക്ക് ശിക്ഷ കിട്ടാതിരിക്കുവാൻ, ദൈവത്തിൻ്റെ മുൻപിൽ ശിക്ഷ കിട്ടാതിരിക്കുവാൻ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അതുകൊണ്ട് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനേകം കാര്യങ്ങൾ, വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ എല്ലാം ക്രിയാത്മകമായിട്ട്, അതായത് ഞാനിതിനൊക്കെ ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ദൈവവിചാരത്തോടു കൂടെ ഈ കാലത്തെ ശരിയായി വ്യാഖ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടവരാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അതുകൊണ്ടാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഈ കാലത്തെ നിങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കുക, ശരിയായി വിധിക്കുക എന്ന്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ യേശുവേ, ഞങ്ങൾ ശ്രവിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള വലിയ കൃപാവരം പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വചനം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ ഞങ്ങളായിരിക്കുന്ന ഈ കാലത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളെയും, എല്ലാ സാഹചര്യങ്ങളെയും, എല്ലാ വ്യക്തികളെയും ഞങ്ങളുടെ നിത്യജീവിതത്തിന് ഉതകുന്ന രീതിയിൽ അവരോട് പെരുമാറുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമുള്ള വലിയ കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയും ചെയ്യണമേ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.